ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു വാഫിൾ ഉണ്ടാക്കാം. ഇത് നമ്മൾ ഓൾ പർപ്പസ് ഫ്ലോർ ഒന്നും കൊണ്ടല്ല ഉണ്ടാക്കുന്നത്. സാധാരണ വാഫിൾ ഉണ്ടാക്കുന്ന അതാണല്ലോ. നമ്മൾ ഓട്ട്മീൽ കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. ഇഷ്ടംപോലെ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഇട്ടിട്ടുള്ള അത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു 1/4 കപ്പ് റൈസിന് എടുത്തിട്ട്, മുന്തിരിങ്ങ ഉണങ്ങിയത് എടുത്തിട്ട് ഒരു 1/2 കപ്പ് വെള്ളത്തിൽ ഇട്ട് മാറ്റി വയ്ക്കുക. പിന്നെ വേണ്ടിയത് നമ്മൾക്ക് ഈ ക്വക്കറിൻ്റെ ഓട്ട്മീലില്ലേ, അത് 1 മിനിറ്റിൻ്റെ ഓട്സാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഗതി. അത് നമ്മൾ ഒരു കപ്പ് എടുക്കുക. അതിലേക്ക് നമ്മൾ 1 കപ്പ് മിൽക്ക് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് അവൈലബിൾ അല്ലെങ്കിൽ, കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ഈ മിൽക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി. അപ്പം 1 കപ്പ് മിൽക്ക്, നമ്മൾ ഏത് മിൽക്ക് വേണമെങ്കിലും ഇടാം കേട്ടോ. നമ്മൾക്ക് കോക്കനട്ട് മിൽക്ക് എടുക്കാം, മിൽക്ക് ഉപയോഗിക്കാത്തവർ കോക്കനട്ട് മിൽക്ക് ഇടാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ശകല സോൾട്ട് ഇടാം. സോൾട്ട് ഇട്ടിട്ട് നമ്മൾക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് അതും നമ്മൾ മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ ഒരു 6 to 9 വരെ നമ്മൾക്ക് ഡേറ്റ്സ്, ഈ ഈന്തപ്പഴം എടുത്തിട്ട് അതിനെ ഒന്ന് കനം കുറച്ചിട്ട് ഒന്ന് അരിഞ്ഞു വയ്ക്കുക. അപ്പോൾ ഇത് നിങ്ങളുടെ ഈ ബാറ്ററൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാക്കി വെക്കാം കേട്ടോ. എത്ര നാൾ വേണമെങ്കിലും, ഒരാഴ്ചയൊക്കെ ഏതായാലും ഫ്രിഡ്ജിലിരിക്കും. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അടുത്തത് നമുക്ക് എന്താ ഇടുന്നതെന്ന് നോക്കാം. അടുത്തത് നമ്മൾ ആൽമണ്ട് ആണ് ഇടുന്നത്. ആൽമണ്ടിൻ്റെ ഇതുപോലെ തിൻലി സൈസ്ഡ് ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ നമുക്ക്. അപ്പോൾ ഇത് എക്സാക്റ്റ് ഇത് കിട്ടാത്തവരാണെങ്കിൽ ഇത് ഇടണോ, വേറെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്ത് അവൈലബിൾ ആയിട്ടുള്ള സംഗതികൾ ഇടാം. പിന്നെ ഈ പീക്കാണില്ലേ, അതിൻ്റെ ഞാൻ തൊലിയുള്ളത് റോസ്റ്റഡ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കൈകൊണ്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്ക് ഇടാം. അപ്പം നിങ്ങളുടെ കയ്യിൽ ഏതാണോ, ഇപ്പം കാഷ്യൂ ആണ് ഉള്ളവരെങ്കിൽ കാഷ്യൂ അത് നല്ലതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ടാൽ മതി കേട്ടോ. അതുപോലെ പെപ്പിറ്റസ് എന്ന് പറയുന്നത് നമ്മൾ സാലഡിലൊക്കെ ഇടുന്നതില്ലേ, അത് നമ്മൾക്ക് പംകിൻ സീഡാണത്. പംകിൻ സീഡ് ഇടും. നമുക്ക് 2 ടേബിൾ സ്പൂൺ ഇടാം. അത് നല്ല രസം. അത് കറന്നിരിക്കുന്ന നമ്മൾക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസിനിടാം. അതിൽ നിന്ന് ഇച്ചിരി വെള്ളം കൂടി നമുക്ക് അതിലേക്ക് ഒഴിക്കാവുന്നല്ലേ. അത് കഴിഞ്ഞിട്ട് ഇനി സ്വീറ്റൻഡ് കോക്കനട്ട് ഫ്ലേക്സ്, നമ്മളെ ബേക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന 3 ടേബിൾ സ്പൂൺ നമ്മൾ ഇതിലേക്ക് ഇടണം. കോക്കനട്ട് ഇഷ്ടമുള്ളവർക്ക് 4 ടേബിൾ സ്പൂൺ വരെ ഇടാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണ്ടിയത് നമ്മൾക്ക് ഈ ചിപ്സാണ്, ചോക്ലേറ്റ് ചിപ്സ്. അത് ഡാർക്ക് ചോക്ലേറ്റാണ് ഏറ്റവും ഗുണമുള്ളത്. എൻ്റെ കയ്യിൽ അത് ഇല്ലാതെ പോയി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ വൈറ്റ് ഇട്ടേക്കുന്നത്. ഡാർക്ക് ചോക്ലേറ്റിയുടെ ഒത്തിരി ഗുണങ്ങളുള്ളതാണ്. ഇനി നമ്മളുടെ റൈസിൻ്റെ വാട്ടർ ഇച്ചിരി കൂടി വേണം. അപ്പം നമ്മൾ ടോട്ടൽ വാട്ടർ എത്രയാണെന്ന് പറഞ്ഞാൽ, മിൽക്ക് നമ്മൾ 1 കപ്പും 1/4 കപ്പ് റൈസിൻ്റെ വെള്ളവും കൂടിയാണ് നമ്മൾ ഇട്ടേക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഇച്ചിരി റൈസിൻ കൂടി കിടപ്പുണ്ടായിരുന്നു, അതും കൂടി നമുക്ക് വാരിയിടാം. അപ്പം നമ്മൾക്ക് എല്ലാം റെഡിയായി. ഇനി വാഫിൾ മേക്കറാണ് നമുക്ക് വേണ്ടിയത് അടുത്തതായിട്ട്. അപ്പോൾ വാഫിൾ മേക്കർ ഇത് ഞാൻ വാൾമാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ മിക്ക സ്റ്റോറുകളിലൊക്കെ ഇത് കിട്ടും. പിന്നെ ആമസോൺ, ഈബേ എല്ലാ സ്ഥലങ്ങളിലും ഇതുണ്ട്. ഇത് ശരിക്കും ഒരു നല്ല ഒരു ഗുണമുള്ള സംഗതി തന്നെയാണിത്. ഇതിപ്പോൾ നമ്മളിത് പ്ലഗ് ചെയ്തു, അതിലേക്ക് നമ്മൾ അപ്പോൾ അന്നേരം റെഡ് ലൈറ്റ് പവർ ഓണായി. വേണ്ടിയത് അതിൻ്റെ ഒരു കൺട്രോൾ ബട്ടൺ ഉണ്ട്, എന്തുമാത്രം ബ്രൗൺ ആകണം വേണ്ടിയോ എന്നറിയാൻ. അപ്പോൾ അത് നമ്മൾ ബിറ്റ്വീൻ 2 and 3 നമ്മൾ വെച്ചു. ഇനി ഇച്ചിരി കൂടി ബ്രൗൺ ആയിട്ടുള്ളതാണ്, നിങ്ങൾക്ക് ക്രിസ്പിയൊക്കെ ആയിട്ടുള്ള വേണമെങ്കിൽ കുറച്ചും കൂടി മുമ്പോട്ട് അത് ബിറ്റ്വീൻ 3 and 4 വെച്ചാൽ മതി. ഞാനിപ്പോൾ 2 and 3 വെച്ചേക്കുന്നത്. അപ്പോൾ ഇനി ഇപ്പോൾ ഇത് റെഡ് ലൈറ്റാണ്. ഇനി നമ്മൾക്ക് ഈ വാഫിൾ മെഷീൻ റെഡി ആകുമ്പോൾ ഗ്രീനായി കണ്ടോ. അത് കുക്ക് ചെയ്യാൻ റെഡിയായെന്നുള്ളതാണ്. അപ്പം നമ്മൾ അതിലേക്ക് വാഫിളിൻ്റെ ബാറ്റർ കോരി വയ്ക്കുക. അപ്പം 4 ഭാഗമായിട്ടാണ് ഞാൻ ഭാഗിച്ചേക്കുന്നത്. 4 വാഫിളിനുള്ള ഇതാണ് നമുക്ക് കിട്ടുന്നത്, 1 കപ്പിൽ നിന്ന്. ഇതിപ്പം ഇനി ഇത് റെഡാണ്. റെഡ് ആകുക ഇതിങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിയുമ്പോൾ ഇത് ഗ്രീൻ ആകുമ്പം ദാറ്റ് മീൻസ് അതിൻ്റെ വാഫിൾ റെഡി ആയതുകൊണ്ട് ഇപ്പോൾ ലൈറ്റ് ഗ്രീനായി. ഇപ്പം നമ്മൾ തുറന്ന് നോക്കി, അപ്പോൾ ഇത് വാഫിൾ റെഡിയായി. ഇത് സ്റ്റിക്ക് ചെയ്തൊന്നുമില്ല, നല്ലതായിട്ട് വരും. നിങ്ങൾക്കിത് എത്ര വലിപ്പത്തിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം. മോർ ബാറ്റർ ഇട്ടിട്ട് തിക്കായിട്ടും ഉണ്ടാക്കാം. നമുക്ക് ശരിക്കും ഒരെണ്ണം കഴിച്ചാൽ, ബ്രേക്ക്ഫാസ്റ്റിന് ഒരെണ്ണം കഴിച്ചാൽ മതി. സാധാരണ അത് മതിയാകും. നമ്മൾക്ക് നല്ല ന്യൂട്രിയൻ്റ് ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ള സംഗതി തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഇട്ടേക്കുന്നത്. അപ്പോൾ 3 എണ്ണം ഞാൻ ഈ മെഷീനിലുണ്ടാക്കുന്ന വാഫിൾ മേക്കറിൽ ഉണ്ടാക്കുന്നത്. നമുക്കിനി വാഫിൾ മേക്കർ കിട്ടാനില്ലാത്തവരുണ്ടെങ്കിലോ, അപ്പം നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പാനിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിപ്പം
3 കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ 4-മത്തത് നമുക്കൊന്ന് പാനിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇതുവരെ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, നല്ലതായിട്ട് വരുമോ എന്നൊന്നും നമുക്കറിയാമല്ലോ. അപ്പം അടുത്തത് നമ്മളൊരു പാൻ എടുത്തൊന്ന് ചൂടാക്കുക. എന്നിട്ട് ഏറ്റവും ചെറിയ തീയിലേ വെക്കാവുള്ളൂ. അതിലേക്ക് നമ്മൾ ബട്ടർ ഒരു ശകലം ബട്ടർ തൂകുക, അല്ലെങ്കിൽ ഇച്ചിരി ഓയിലായാലും മതി. തൂകിയിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം കരുതി വയ്ക്കുക. അതിലേക്ക് നമ്മൾ കൈയുടെ വിരലുകൾ നനച്ചിട്ട് നമ്മൾ ഈ ബാറ്ററിലോട്ട് നമ്മൾ പരത്തുക. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. വെള്ളം തൊട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഇതുപോലെ ഇങ്ങനെ തൊടുക. അപ്പോൾ തീ ഏറ്റവും ചെറിയ തീയായിരിക്കണം. അതുപോലെ നോൺ സ്റ്റിക്ക് പാത്രവും ആയിരിക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കുക. മൂടി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഒരു 6-7 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. എന്നിട്ടൊന്ന് മറിച്ചൊക്കെ ഇടുവാണെങ്കിൽ നല്ലതാണ്. പക്ഷേ ഇത് ഇച്ചിരി ഇങ്ങനെ പൊട്ടി പോകുന്നുണ്ട്. സോ ഇത് അത്ര സക്സസ്ഫുൾ ആയില്ല. നമുക്കിനി നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്തൊരു അരപ്പഴം നിങ്ങളതിൻ്റെ ഒരിങ്ങനെ കുഴച്ചിട്ട് ഈ മിക്സിൻ്റെ അകത്തോട്ടിട്ട് നല്ലതായിട്ട് കുഴച്ചിട്ട് ഉണ്ടാക്കി നോക്കാം. മിക്കവാറും ശരിയാകുമായിരിക്കും. എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിലൊക്കെ എഴുതണം ശരിയായോ ഇല്ലേ എന്നൊക്കെ. അപ്പോൾ ഇത് വെന്തിട്ടൊക്കെ ഉണ്ട്, കണ്ടോ, നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ വൈറ്റ് കാണുന്നത് നമ്മുടെ ആ ചോക്ലേറ്റാണ്. പക്ഷെ നല്ലതായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇത് കുഴപ്പമൊന്നുമില്ല, നമുക്ക് കഴിക്കാൻ പറ്റും. പക്ഷേ ഇത് അത്ര സാറ്റിസ്ഫൈഡ് ആയില്ല. എനിവേ നിങ്ങൾ എൻ്റെ വാഫിൾ മേക്കർ വാങ്ങിച്ചുണ്ടാക്കി നോക്കണം. അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക് യു വെരി മച്ച്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.